അബ്ദുൽ ഹക്കീമിന്റെ ഒരു പുസ്തകം. അദ്ദേഹം ഇതിന്റെ കൂടെ കുറെ ഫോട്ടോ കൊടുത്തു. വിവിധ രാജ്യങ്ങളിലുള്ള ഷെയർ മുബാറക്കുകൾ സൂക്ഷിക്കപ്പെട്ട ഒറിജിനൽ സ്ഥലങ്ങളുടെ ഫോട്ടോ. ആ സ്ഥലങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളായതുകൊണ്ട് അതേ അവസ്ഥയിലേക്ക് ഇതിനെ മാറ്റിയാൽ ഒറ്റോട്ടിന്റെ മുസ്ലിയാർക്ക് കൊടുത്ത മുടിയുടെ എണ്ണവും ഹസ്രജിയുടെ വീട്ടിൽ 2 കണ്ടെയ്നർ ഉണ്ട് എന്നൊക്കെ മൂപ്പറിന്റെ ഇതുണ്ട്. 2 കെട്ട് മുടിയുണ്ട്. മൂപ്പര് പറയുന്നത് 2 കെട്ട് മുടി ഹസ്രജിയുടെ വീട്ടിലുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് തെറ്റാണ്, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അതിലേക്ക് പറയണേ ഞാൻ കണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾ ദുബായിക്ക് വിമാന ടിക്കറ്റ് കൊടുക്കണം, ഹക്കീമിനെ കൊണ്ടായ പറയാം. ഓനല്ലേ കണ്ടത്. ഇതില് ഈ പുസ്തകത്തിൽ പറയുന്നത് ഇഖ്ബാൽ വലി മുഹമ്മദ് എന്നയാളാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് മുടി കൊടുത്തത് എന്നാ. ഏത് മുടി? ബോംബെ, മേഡിയം ബോംബെ. ബോംബെ മുടി കൊടുത്ത ആളത്തിന്റെ പേര് ഇഖ്ബാൽ വലി മുഹമ്മദ്. പുസ്തകത്തിന്റെ പേര് എന്താണ്? ഇഖ്ബാൽ വലി മുഹമ്മദ്. പുസ്തകത്തിന്റെ പേജ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് അതിലേക്ക് അദ്ദേഹം. അതിന്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ. എന്തൊക്കെയാണ്? ഓരോരുത്തരും കേസുകെട്ട് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇന്നലെ തന്നെയാണ് സംഭവം. തിരുനബിയുടെ അംഗീകാരം എന്നെ കിട്ടിയ പുസ്തകത്തിൽ തിരുനബിയുടെ അംഗീകാരം. ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും പുത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് കൈമാറിയ തിരുകേശം. ഇത് മനസ്സിലാട്ടോ? അലി റളിയല്ലാഹു അൻഹു വഫാത്താവിന്റെ നേരത്തെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് മുടി കൊടുത്തു. ത്വരീഖിന്റെ അമല് പറഞ്ഞു കൊടുത്തേക്ക. അതിനാണ് ഒരു മുടിയെന്ന് പേരിട്ടത്. തട്ടിപ്പ് വരാ. ഇനിയിപ്പോ ചെറിയ പുറത്ത് കാണിക്കാത്തൊരു പുസ്തകം അതേ കൊണ്ടുവന്നിട്ടുള്ളൂ. അതാണോ ഇത്? അഹമ്മദ് റസാ ഖാൻ ഫാദിൽ ബറേൽവിയുടെ ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതിയ പുസ്തകം. ഇതിന് അദ്ദേഹത്തിന്റെ മശായിഖന്മാരുടെ ചരിത്രം മുഴുവനും പറയുന്നുണ്ട്. ആരെ? അഹമ്മദ് റസാ ഖാൻ ഫാദിൽ ബറേൽവി റഹിമഹുല്ലാഹ്. അദ്ദേഹം ഇതിനെ ചില സ്ഥലത്ത് നിങ്ങൾ കൊടുത്ത സിൽസില. ഇതിൽ പ്രതിപാദിക്കപ്പെട്ട ആളുകളുടെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അവരാരുടെയും കയ്യിൽ മുടിയുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ 100 കൊല്ലം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ആൾക്കാരെ വിട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നമ്മൾ. വരൂല. എങ്ങനെ ഇതൊക്കെ ഏതെങ്കിലും കാലത്ത് ഒരു വാദപ്രതിവാദമൊക്കെ ഉണ്ടാകുമെന്ന് കരുതി വരുമെന്ന് കരുതി കാത്തിരുന്നതാ. വരൂല. നിങ്ങൾ ഈ കളി കളിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ പല സ്ഥലത്തും വാദപ്രതിവാദത്തിനുണ്ടോ ചോദിക്കും. നമ്മൾ റെഡിയാണ്. പിന്നെ ചോദിക്കും തിരുകേശങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ അടവെടുത്ത് ഒഴിയാണ്. അപ്പൊ ഇനി പൊതുസമൂഹത്തിൽ ഇതൊക്കെ പറയേണ്ടി വരുന്നു. ഇതിൽ പറയുന്നത് ഇങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലവേദ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലവേദ, അതൊക്കെ കഴിഞ്ഞ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിനെ എത്തിച്ചേർന്നു. പിന്നീട് الشيخ أبو سعيد مبارك المخزومي رضي الله عنه وصلى الله محي الدين عبد القادر الجيلاني قدس الله سره العزيز പ്രിയപ്പെട്ട പുത്രനാണ്, പ്രിയപ്പെട്ട ഷെയ്ഖാണ്. ഓസലാദമിന്റെ ഷെയ്ഖാണ് ഷെയ്ഖ് മഖ്സൂമി. ആ ഷെയ്ഖ് മഖ്സൂമിയിലെത്തി. ഷെയ്ഖ് മഖ്സൂമിയിൽ നിന്ന് ഓസലാദമിലെത്തി. അവിടുന്ന് അവിടുത്തെ മകനായ ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് റളിയല്ലാഹു അൻഹുവിലൂടെ ബോംബെയിൽ സ്ഥിരതാമസമാക്കിയ ഇഖ്ബാൽ വലി മുഹമ്മദ് എന്നവരാണ് ഉസ്താദിനെ കൈമാറിയത്. ഇതില് AP അബൂബക്കർ മുസ്ലിയാർ എന്ന് എഴുതിയാൽ പിന്നെ ഇതെന്നാണ് പേര്? ഇഖ്ബാൽ വലി മുഹമ്മദ്. ഇത് ഇന്നലെ കാരന്തൂർ മർക്കസിൽ നിന്ന് ചോദ്യം ചോദിച്ചു പോയാക്കി കിട്ടിയ ഫോട്ടോ സ്ഥലത്, ബോംബെയിലെ സ്ഥലത്. നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടാവും. നിന്ന് കാട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത മുഖാമുഖത്തിന് വേറൊന്നും ഉണ്ടാക്കിക്കൊള്ളല്ലോ. ഇതിലെ പേര് എന്താണ്? അബൂബക്കർ അഹ്മദ് അൽ മലൈവാരി അസ്സയ്യിദ് ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി. ആയത്താണ് പേരുതാ
ഇഖ്ബാൽ വലി മുഹമ്മദ്. രണ്ടാമത്തെ ആളെ പേരോ? രണ്ടാമത്തെ സ്ഥലത്തിലോ പറയ്. അബ്ദുൽ ഖാദിർ. എങ്ങനെ? സയ്യിദ് ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി. ഈ ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനിന്റെ അഡ്രസ് ഒന്ന് തരുമോ? ഇത് പറഞ്ഞു ഇന്ത്യയിലാണല്ലോ. എവിടെയാണ്? ബോംബെയിൽ. ഇഖ്ബാൽ വലി മുഹമ്മദിന്റെ അഡ്രസ് ഒന്ന് പരിചയപ്പെടുത്തോ? അയാളേക്കൊന്ന് കാണാൻ അവസരം തരുമോ? ദുബായിക്ക് പിന്നെ പോവാം. ആദ്യം പ്രത്യേകം പിന്നെ ആന്തപുരം എ പി അബൂബക്കർ വസ്രിയാർ സ്വന്തം പറയുന്ന പ്രസംഗത്തിൽ ആരാണ്? ഫിർദൗസി. ഫിർദൗസിയാണ് നല്ലത്. ഇപ്പൊ ഇയാൾക്ക് ശരിക്കും തലക്ക് സുഖല്ലേ? എന്താ ഇയാൾക്ക് പറ്റി? ആദ്യത്തെ പേര് നമ്മൾ പറഞ്ഞാണോ? ആദ്യത്തെ പേര് എന്താണ്? ഇഖ്ബാൽ വലി മുഹമ്മദ് മർക്കസി. രണ്ടാമത് പറഞ്ഞു ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി. മൂന്നാമത് പറഞ്ഞു ഫിർദൗസി. നാലാമത് മരണം എന്താണ്? അത് ബറക്കാത്തി തങ്ങന്മാരുടെ കൂട്ടത്തിൽ ആ വഴിയിൽ വന്നതാണ്. വഴി ബറക്കാത്തി തങ്ങന്മാരെ വഴിയിൽ വന്നതാണ്. ഓല് തന്നതല്ലാതെ. പിന്നെന്താ പേര്? അവിടെ നിന്ന് സൂക്ഷിച്ച മൊഴികളിൽ ഒരു കഷ്ടം ബഹുമാനപ്പെട്ട കുത്തുബുദ്ധിയുടെ ഫിർദൗസി പരിശുദ്ധ ദീനിന്റെ ഏറ്റവും വലിയ പ്രചാരകരും മുറബിയായ ശൈഖുമായിരുന്ന കുത്തുബുദ്ധിയുടെ ഫിർദൗസി റളിയല്ലാഹു അൻഹു അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഡൽഹിയിലാണ്. അന്ത്യവിശ്രമം കൊള്ളുന്ന കുത്തുബുദ്ധിയുടെ ഫിർദൗസി തങ്ങളുടെ വഴിക്ക് ബഹുമാനപ്പെട്ട ഇന്നും നിലകൊള്ളുന്ന മഹാന്മാരായ ബർക്കാത്തി സയ്യിദന്മാർ അവരുടെ കുടുംബ പരമ്പരയിലൂടെ എനിക്ക് നേരിട്ട് ലഭിച്ചതാണ്. മോൻ പറഞ്ഞു ഇഖ്ബാൽ വലി മുഹമ്മദ്. വാപ്പ പിന്നെ പറഞ്ഞു ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി. ഇപ്പൊ പറഞ്ഞു കുത്തുബുദ്ദീൻ ഫിർദൗസിനെ പറഞ്ഞത് ജാഗരണ സമ്മേളനത്തിലാണ്. ഇത് കോട്ടക്കൽ സമ്മേളനമാണ് അല്ലേ? ജാഗരണ കോട്ടക്കൽ സമ്മേളനത്തിൽ മാറി. ഇപ്പൊ അതില് കുത്തുബുദ്ദീൻ ഫിർദൗസി വഴിക്ക് ബറക്കാത്തി തങ്ങന്മാർ ചില വഴി വന്നാണ്. പിന്നെ ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി, സയ്യിദ് അബ്ദുല്ലാ അൽ ഖാദിരി. ഇപ്പൊ എന്ത് മനസ്സിലായി? ഈ നാലിടത്ത് നാല് സനത് പറയുമ്പോ മൂലയിൽ ശ്രദ്ധിക്കണ്ടേ? ഇപ്പൊ സനത് ഇല്ലാത്ത കുഴപ്പത്തില പറയണേ. ബറക്കാത്തി തങ്ങന്മാര് നിങ്ങൾക്ക് ഇപ്പോഴും തിരിഞ്ഞില്ല. ബാഫക്കി തങ്ങന്മാര്, സിയാബ് തങ്ങന്മാര്, ബുഖാരി തങ്ങന്മാര് എന്നൊക്കെ പറയില്ലേ? അങ്ങനെ പറയുന്ന ഒരു പൊതുവായ പേരാണ് ബറക്കാത്തികൾ. ലോകത്തെ എല്ലാ ഭാഗത്തും തങ്ങന്മാരുണ്ട്. ഇത് എങ്ങനെ തന്നെയാണ്? ഇങ്ങനെ മൂന്നാളിൽ കളിക്കുമ്പോ മനസ്സിലായില്ലേ വീടെടുത്ത് കിടന്ന് ഉരുളാണ്. നിർത്തിക്കൂടെ? ഞാൻ പറഞ്ഞു കുറച്ചു ദിവസം കഴിയുമ്പോ ഹസ്രജിയുടെ പത്രസമ്മേളനം പ്രതീക്ഷിക്കാം. ഞാൻ AP-ക്കല്ല സനത് കൊടുക്കേണ്ടത്, AP എനിക്കാണ്. ഉടനെ പ്രതീക്ഷിക്കാം. അയാളിൽ പോയി പെട്ടതേക്കും ചിലപ്പോ. ഒരു സിയോണിസ്റ്റ് തന്ത്രത്തിന്റെ പിന്നിലുണ്ട്. ഒരു സിയോണിസ്റ്റ് തന്ത്രം ഈ വിഷയം പിന്നിൽ നേരത്തെ പറയാം ഇന്നും അറിയാതെ പെട്ടതാണ്. നമ്മൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വികൃതമായി പ്രചരിപ്പിക്കുവാനും കാണിക്കുവാനുമുള്ള ചില ആളുകളുടെ കുതന്ത്രത്തിന്റെ ഭാഗമായി പലതും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായുള്ളതാണ്. ഞാൻ ഉലമാക്കന്മാരോട് ചോദിക്കട്ടെ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ ആളുകളാണല്ലോ. ആസാറുകൾ എന്ന് ബോധ്യപ്പെടാത്ത സംശയിക്കപ്പെടുന്ന വസ്തുക്കളെ എന്ത് ചെയ്യണം? ഹജ്ജത്തുൽ വിദാഇന്റെ സമയം, ബൈഅത്തുൽ സമയം അഷ്റഫുൽ വറാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ബൈഅത്ത് ചെയ്തു. എന്നിട്ടോ ആ ബൈഅത്ത് ചെയ്ത മരത്തിന്റെ ചുവട്ടിൽ ചില ആളുകൾ നിസ്കരിക്കുന്നത് കണ്ടു. പിറ്റത്തെ വർഷം മരം തിരിച്ചറിയാതെയായി. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആളുകൾ പല മരത്തിന്റെ ചുവട്ടിൽ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈഅത്ത് ചെയ്ത മരം ഏതാണെന്ന്, ഇരുന്ന മരം ഏതാണെന്ന് അറിയാത്തത് കൊണ്ട് അവിടെയുള്ള മരത്തെ മുറിച്ചു മാറ്റി.
തിരിഞ്ഞില്ല. മനസ്സിലാവുണ്ടോ? ഒരു മരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യപ്പെട്ട മരം ഏതാണെന്നറിയാതെ വന്നതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മരങ്ങളെ മുറിച്ചു മാറ്റി. എന്താ കാരണം? അല്ലാത്തൊന്നിനെ ആണെന്ന് കരുതി ബഹുമാനിക്കപ്പെടാൻ പാടില്ല. അതാ അള്ളാഹുവിന്റെ രീതി, അതാണ് സൂക്ഷ്മത. നിങ്ങൾ ഈ കാണിച്ചത് അള്ളാഹുവിന്റെ ദീനിൽ ബന്ധപ്പെട്ട ആളുകൾ കാണിച്ചത് ഈ ബോധം ബഹുമാനപ്പെട്ട സഹോദരന്മാർക്ക് ഉണ്ടാകണമെന്ന് സ്നേഹബുദ്ധിയാ ഞാൻ പറയാണ്. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇതിനപ്പുറം പലതും ഇനിയും പറയും. അത് അദ്ദേഹം സ്വയം ചോദിച്ചു. ശിക്ഷകളിൽ ഒന്നാണ് ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പിന്നിൽ ന്യായീകരിക്കാൻ നടന്ന് സാധാരണക്കാർ അപകടമുണ്ടാക്കരുതെന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇനി ഒരുപാട് ഇനിയും ഒരുപാട് വിഷയങ്ങൾ ഇതിൽ പ്രതിപാദിക്കാറുണ്ട്. സമയമില്ല, സമയക്കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. നിങ്ങൾ ഈ വിഷയം പഠിക്കണം, സ്വതന്ത്രമായി പഠിക്കണം. ഇവരുടെ കൈകടത്തലുകൾ, ഇവരുടെ പ്രഖ്യാപനങ്ങൾ, ഇവർ ചെയ്തു കൂട്ടുന്ന തട്ടിപ്പുകൾ അതിൽ പെട്ടുപോകരുത്. വിൽക്കപ്പെടുന്നത് മറ്റാരുമല്ല, ആരെക്കുറിച്ചുമല്ല, സയ്യിദുനാ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിനെയാണ് ഇവിടെ കച്ചവടവൽക്കരിക്കപ്പെടുന്നത്. ഹബീബിന്റെ പേരിലാണ് ഇവിടെ വ്യാജം പറയപ്പെടുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലാണ് അവിടുത്തേതല്ലാത്തൊരു കാര്യത്തെ അവിടുത്തേതായി അവതരിപ്പിക്കപ്പെടുന്നത്. ഒരിക്കലും ഇതിന്റെ മുന്നിൽ നമുക്ക് സന്ധിയില്ല. വ്യക്തിപരമായ പ്രശ്നമല്ല, സംഘടനാപരമായ പ്രശ്നമല്ല. ഇത് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ താരടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ മുഅ്മിനീങ്ങൾ എല്ലാവരും ആദരിക്കുന്ന, മുഅ്മിനീങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്ന അവിടുത്തെ ശറഫാക്കപ്പെട്ട ആധാറുകളെ തർക്കത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഇവർ ചെയ്യുന്ന അപകടങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ അപകടമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ദീർഘമായി പറയുന്നില്ല. അതുകൊണ്ട് സയ്യിദുനാ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി